ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി പറയാനുള്ളത് റേസിസത്തെ കുറിച്ചാണ്. അതായത് എന്താണ് വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ വംശത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഗുണത്തിലും കഴിവിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന വിശ്വാസമാണ് എന്ത് വർണ്ണവിവേചനം അഥവാ വംശീയ വിവേചനം എന്ന് പറഞ്ഞാൽ. വിവിധ ജനവിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന സാമൂഹികവും നിയമപരവുമായിട്ടുള്ള വിവേചനങ്ങളെ ന്യായീകരിക്കാനാണ് ഇത്തരത്തിലുള്ള പദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. വർണ്ണവിവേചനം എന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് അഥവാ വിഭാഗങ്ങളോട് കാണിക്കുന്ന വിവേചനപരമായുള്ള സമീപനമാണ്. വംശീയ മാതൃകകളുടെയും കപടശാസ്ത്രങ്ങളുടെയും സഹായത്തോടെ ഇതിന്റെ വക്താക്കൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരവകാശപ്പെടുന്നത് മനുഷ്യര് സവിശേഷവും ജൈവപരവുമായിട്ടുള്ള പ്രത്യേകം വിഭാഗങ്ങളിലായിട്ട് ജനിക്കുന്നുവെന്നും ഒരു വിഭാഗത്തിന് മേൽ മറ്റേ വിഭാഗത്തിന് ശാരീരികവും മാനസികവും ഭൗതികവും സാംസ്കാരികവുമായ കഴിവുകള് കൂടുതലായിരിക്കുമെന്നും അത്തരം വംശങ്ങൾക്ക് അധമ വംശങ്ങളുടെ മേലെ ആധിപത്യത്തിന് സഹായിക്കുമെന്നും അല്ലെങ്കിൽ ആധിപത്യത്തിന് അവകാശമുണ്ട് എന്നുമാണ് ഈ റേസിസത്തിന്റെ വക്താക്കൾ വാദിക്കുന്നത്. അതായത് ഇതൊരു വലിയ സമത്വ പ്രശ്നം തന്നെയാണ്. രാജ്യക്കാരല്ലാത്തവരെ സംബന്ധിച്ച് അനുവദനീയമായുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, സ്വന്തം ദേശത്തിലില്ലാത്തവരോടുള്ള ഒരു വിവേചനം, നിന്ദ്യമായുള്ള പെരുമാറ്റം, വിദേശ വിദ്വേഷം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. മറ്റൊരു തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് കുടിയേറ്റം നിയന്ത്രിക്കാനാകുമെന്നും അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കുടിയേറ്റത്തെ നിയന്ത്രിക്കാമെന്നും ആർക്കൊക്കെ വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ നിൽക്കാമെന്നും പരിമിതപ്പെടുത്താമെന്നും അല്ലെങ്കിൽ ആർക്കൊക്കെ ഇന്ന തൊഴിൽ ചെയ്യാമെന്നും തൊഴിൽ ചെയ്യാതിരിക്കാൻ പറ്റുമെന്നും ഇങ്ങനെയുള്ള വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളെ മനുഷ്യൻ്റെ അവകാശങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് നമ്മൾ വംശീയ വിവേചനം എന്ന് പറയാം. അപ്പാർത്തൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരും വെള്ളക്കാരുമായുള്ളവരുടെ വിവേചനം, നാസി ജർമ്മനിയിലെ ആര്യന്മാരും ജൂതന്മാരുമായുള്ള സംഘർഷം, ഇന്ത്യയിലെ സവർണരും അവർണരും തമ്മിലുള്ള വേർതിരിവ്, ഇതിലെല്ലാം എന്തുണ്ട്? വംശമഹിമയും വർണ്ണവിവേചനത്തിൻ്റെയും വ്യത്യസ്ത തലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വംശീയത എന്ന പദം സാധാരണയായിട്ട് അധമ പദമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വംശീയ വേർതിരിവ്, മുൻവിധി, വിദ്വേഷം, വെറുപ്പ്, വിവേചനം, അതിക്രമം, അടിച്ചമർത്തല്, ഇതൊക്കെ എന്താണ്? വംശീയത എന്ന പദത്തോട് ചേർക്കാവുന്നതാണ്. ഇപ്പൊ മനുഷ്യാവകാശ തത്വങ്ങള് ഇത്തരം വ്യത്യാസങ്ങളെ ഇല്ലാതെയാക്കുകയും വിദേശ രഹസ്യ സേവനങ്ങളിൽ നിന്ന് ജോലി തേടുന്നത് ഒഴികെയുള്ള ഏതൊരു തൊഴിലും വിദേശികൾക്കും സ്വന്തം നാട്ടിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വിദേശത്ത് നിന്ന് അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഒരു പക്ഷേ മറ്റൊരു പൗരന് ജോലി കിട്ടിയില്ല എങ്കിലും മറ്റെല്ലാ ജോലികളിലും വിദേശ പൗരന്മാർക്ക് അവസരമുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ ഒരു പ്രത്യേക കൺവെൻഷനിലൂടെ മാത്രമല്ല നിരവധി അന്താരാഷ്ട്ര അഭിപ്രായങ്ങളുടെയും വ്യാഖ്യാന പ്രസ്താവനകളിലൂടെയും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വർക്ക് പെർമിറ്റ് ഇല്ലാതെ പൗരന്മാർക്ക് ജോലി നൽകാൻ രാഷ്ട്രത്തിലുള്ള പാർട്ടികൾ വിസമ്മതിക്കുന്നുണ്ട്. സമ്മേളന സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള തൊഴിൽ അവകാശങ്ങൾ ആസ്വദിക്കാൻ എല്ലാ വ്യക്തികൾക്കും അർഹതയുണ്ടെന്ന് വംശീയ വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള UN കമ്മിറ്റി പറയുന്നുണ്ട്. അതായത് ഒരു തൊഴിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ ഏതൊരു തരത്തിലുള്ള തൊഴിലവകാശവും ഏതൊരു വ്യക്തിക്കും അർഹതപ്പെട്ടതാണ്. അവിടെ വംശം ഒരു ഘടകമല്ല എന്ന് UN പ്രസ്താവിക്കുന്നുണ്ട്. വംശീയ വിവേചനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വംശം, നിറം, പിന്തുടർച്ച എന്നിവിടെയോ അല്ലെങ്കിൽ ദേശീയമോ പ്രാദേശികമോ ആയ ഉത്ഭവത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക രംഗത്തെയോ പൊതുജീവിതത്തിലെ മറ്റേതെങ്കിലും മേഖലയിലെയോ മനുഷ്യാവകാശത്തിൻ്റെയോ മറ്റേതെങ്കിലും അടിസ്ഥാന അവകാശങ്ങളുടെയോ സമാനതയ്ക്കായുള്ള ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരത്തെയോ ആസ്വാദനത്തെയോ അനുഭവത്തെയോ കർമ്മത്തിനെയോ അസാധുവാക്കുന്നതിനോ നിഷേധിക്കുന്നതിനോ ആയ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം, ഒഴിവാക്കൽ, നിയന്ത്രണം ഇവയൊക്കെ അടങ്ങിയതാണ്. ഇത് വംശീയ വിവേചനത്തിനെതിരായ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ കൺവെൻഷനിലെ അഭിപ്രായമാണ്. സാർവദേശീയ കൺവെൻഷനിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വംശീയ വിവേചനം എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ വംശീയ വിവേചനം പലതരത്തിലുണ്ട്. തൊഴിലിടങ്ങളിലുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തൊഴിലിടങ്ങളിലെ വംശീയ വിവേചനം
വംശം അല്ലെങ്കിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനപരമായ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് അന്യായമായ നിയമന രീതികൾ, കരിയർ മുന്നേറ്റത്തിനുള്ള അവസരക്കുറവ്, വംശീയ പീഡനം, മൂല്യനിർണ്ണയത്തിലെ പക്ഷപാതം, വേതനത്തിലെ വ്യത്യാസം, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇത്തരം പ്രവൃത്തികൾ ജോലിസ്ഥലം ശത്രുതാപരമായ അന്തരീക്ഷമാകുന്നതിനോടൊപ്പം തന്നെ ആഗോള സമൂഹത്തിൽ നിന്ന് വന്ന തൊഴിലാളികളുടെ മാനസിക ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും ബാധിക്കുന്നുണ്ട്. തൊഴിൽ സ്ഥലത്തെ വംശീയ വിവേചനം നേരിടുന്നതിന് സംഘടനകളുടെ വൈവിധ്യത്തിലും ഉൾക്കൂട്ടലിനും ഒരു ദൃഢമായുള്ള തൊഴിൽ സ്ഥലത്തെ വംശീയ വിവേചനം നേരിടുന്നതിന് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവേചനത്തിനെതിരായ ശക്തമായ നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ശില്പശാലകൾ വഴി അവബോധം നടത്തേണ്ടതുണ്ട്. ഇതിലൂടെയൊക്കെ ഈ വംശീയ വിവേചനം എന്ന ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിനെതിരെ അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ ഭരണം നിലനിർത്താൻ നാഷണൽ പാർട്ടി നടപ്പിലാക്കി. 1948 മുതൽ 1994 വരെ നിലവിലുണ്ടായിരുന്ന ഒരു നിയമമാണ്, വർഗീകരണ നിയമവ്യവസ്ഥയാണ് വർഗീകരണ നിയമവ്യവസ്ഥയാണ് അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇസ്രായേലിലേക്ക് വെസ്റ്റ് ബാങ്കിന്റെയും ഗസയുടെയും അധിനിവേശത്തിൽ ഇസ്രായേൽ പ്രയോഗിക്കുന്ന വർണ്ണ വിവേചനമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് വർണ്ണവിവേചനം, മറുഭാഗത്ത് ഒരു പ്രത്യേക കേന്ദ്രത്തിന് വേണ്ടിയുള്ള അവരുടെ അധികാര പ്രശ്നമാണ്. അപ്പൊ ഇത്തരത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഇന്നും വർണ്ണവിവേചനത്തിന്റെ വിവിധ രൂപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാല്? ചൂഷണം എന്ന ലക്ഷ്യത്തോടെ ബലപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ നിർബന്ധത്തിലൂടെയോ വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുക, കൊണ്ടുപോവുക, കൈമാറ്റം ചെയ്യുക, അവർക്ക് അഭയം നൽകുക അല്ലെങ്കിൽ സ്വീകരിക്കുക, ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത്? മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ. നിർബന്ധിത തൊഴിൽ, ലൈംഗിക അടിമത്തം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വാണിജ്യ ലൈംഗിക ചൂഷണം എന്നിവ ഈ ചൂഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമായിട്ടും ആധുനിക അടിമത്തത്തിന്റെ ഒരു രൂപമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. മനുഷ്യക്കടത്തിനെതിരെ പോരാടാനുള്ള ശ്രമങ്ങളില് അന്താരാഷ്ട്ര നിയമങ്ങള്, ദേശീയ നയങ്ങള്, സർക്കാരിതര സംഘടനകള് ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യക്കടത്ത് ചൂഷണവും സമ്മതക്കുറവും ഉൾക്കൊള്ളുന്നതാണ്. പലപ്പോഴും ബലപ്രയോഗം, വഞ്ചന അല്ലെങ്കിൽ നിർബന്ധം എന്നിവയിലൂടെയാണ് മനുഷ്യക്കടത്ത് സാധ്യമാകുന്നത്. മനുഷ്യക്കടത്ത് തടയുന്നതിനും അടിച്ചമർത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രോട്ടോകോൾ പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾ മനുഷ്യക്കടത്തിനെ മനുഷ്യാവകാശ ലംഘനമായിട്ട് പറയുന്നുണ്ട്. ഈ അപലപനം ഉണ്ടായിരുന്നിട്ടും നിയമപരമായ സംരക്ഷണവും നടപ്പാക്കലുകളും രാജ്യങ്ങൾക്കിടയിൽ ഗണ്യമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തില് സ്ത്രീകള്, പുരുഷന്മാര്, കുട്ടികൾ എന്നിവരുൾപ്പെടെ ദശലക്ഷക്കണക്കിന് വ്യക്തികൾ മനുഷ്യക്കടത്ത്, നിർബന്ധ തൊഴിൽ, ലൈംഗിക ചൂഷണം, മറ്റു തരത്തിലുള്ള ദുരുപയോഗം എന്നിവയുടെ ഇരകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിർബന്ധിത ജോലിക്ക് വിധേയരാകാതിരിക്കാനുള്ള അവകാശത്തിന്റെയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശത്തിന്റെയും ലംഘനങ്ങൾ ഉൾപ്പെടെ പൗരന്മാര് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ 2000 വ്യക്തികളെ കടത്തുന്നത് തടയാനും അടിച്ചമർത്താനും ശിക്ഷിക്കാനും ഒരു പുതിയ ഉടമ്പടി അംഗീകരിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ റിക്രൂട്ട്മെന്റ്, ഗതാഗതം, കൈമാറ്റം, ഹാർബറിംഗ് അല്ലെങ്കിൽ രസീത് എന്നിവയിൽ വഞ്ചനയോ ബലപ്രയമോ ഉപയോഗിക്കുന്ന കടത്തുകാരെ ഉടമ്പടിയിൽ പറയുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്? ചൂഷണമാണ്. അതിൽ ചുരുങ്ങിയത് മറ്റുള്ളവരുടെ വേശ്യാവൃത്തിയുടെ ചൂഷണം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലൈംഗിക ചൂഷണം, നിർബന്ധ തൊഴിൽ അല്ലെങ്കിൽ സേവനം, അടിമത്തം അല്ലെങ്കിൽ അവയവങ്ങൾ നീക്കം ചെയ്യൽ, ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇരയുടെ സമ്മതത്തിന് പ്രസക്തി ഇല്ലെന്ന് ഉടമ്പടിയിൽ പറയുന്നുണ്ട്. അപ്പൊ കടത്തിന്റെ ഇരകളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം കടത്തുകാരുടെ മേൽ ക്രിമിനൽ അധികാര പദവി സൃഷ്ടിക്കുന്നതിലാണ് ഉടമ്പടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും കടത്തപ്പെട്ട സ്ത്രീകളുടെ വിധി സ്വീകരിക്കുന്ന രാജ്യം സ്ത്രീകളെ തുടരാൻ അനുവദിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് പരിഗണിക്കണമെന്ന അവ്യക്തമായ ആവശ്യങ്ങളിലേക്ക് ഇത് കടന്നു പോകുന്നുണ്ട്. അപ്പൊ കടത്തപ്പെട്ട സ്ത്രീകളെ നാട് കടത്താനുള്ള ഓപ്ഷൻ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഈ സ്ത്രീകളെ സംരക്ഷണം നേടുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നു. ചില സന്ദർഭങ്ങളിൽ അവരുടെ ഉത്ഭവ രാജ്യത്ത് കൂടുതൽ അപകട സാധ്യതകളിലേക്ക് അവരെ തുറന്നു കാട്ടുന്നു. എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മനുഷ്യാവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മനുഷ്യക്കടത്തിന്റെ ഇരകളെ വലിയ തോതിൽ പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പൗരന്മാരല്ലാത്തവരെ നാട് കടത്താൻ അനുവദിക്കുന്ന നിയമത്തിന് വിരുദ്ധമായി പരിഗണിക്കുമ്പോൾ സമത്വ തത്വം ശൂന്യമാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
കുടിയേറ്റ തൊഴിലാളികൾ ആരാണ്? അതായത് തൊഴിലാവശ്യത്തിന് വേണ്ടി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിയവർ. അപ്പം ഈ എല്ലാ കുടിയേറ്റ തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും സംരക്ഷണത്തെ നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു ബഹുമുഖ ഉടമ്പടിയാണ് കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളിലെ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി എന്ന് പറഞ്ഞാൽ. 1990 ഡിസംബർ 18 ഒപ്പിട്ട ഇത് 2003 മാർച്ചിൽ 20 അംഗീകൃത സംസ്ഥാനങ്ങളുടെ പരിധിയിലെത്തിയതിനു ശേഷം 2003 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു. കുടിയേറ്റ തൊഴിലാളികളുടെ സമിതി ഉടമ്പടി നടപ്പാക്കി. ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട 7 മനുഷ്യാവകാശ ഉടമ്പടി സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറഞ്ഞാൽ. 2021 ഓഗസ്റ്റ് മുതൽ 56 രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്നതും ഉത്ഭവം, ഗതാഗതം, ലക്ഷ്യസ്ഥാനം എന്നീ രാജ്യങ്ങളെ ബാധിക്കുന്നതുമായുള്ള കുടിയേറ്റ പ്രശ്നത്തിൻ്റെ വിവിധ തലത്തിലേക്ക് കൂടുതൽ സമഗ്രമായുള്ള ഒരു വീക്ഷണം ആവശ്യമാണ്. ആളുകളുടെ അന്താരാഷ്ട്ര പ്രവാഹത്തിൻ്റെ കാരണം എന്താണെന്നും ഇപ്പോൾ കുടിയേറ്റ തൊഴിലാളികൾക്കും കടത്തിൻ്റെ ഇരകൾക്കും ഒരു രാജ്യത്ത് പ്രവേശിക്കാനോ തൊഴിൽ വിപണിയിൽ പ്രവേശനം നേടാനോ അവകാശമില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ലോകമെമ്പാടുമുള്ള നിർണായക നയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റവും മനുഷ്യാവകാശങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇത് പറയുന്നത്. കുടിയേറ്റ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ ഉടമ്പടി പറയുന്നുണ്ട്. അതിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള നിലവാരമാണ്. കൂടാതെ ഓരോ രാജ്യത്തും കുടിയേറ്റ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വഴികാട്ടിയും ഉത്തേജനവുമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളികളെക്കുറിച്ചുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഉടമ്പടികൾ മൈഗ്രേഷൻ ഫോർ എംപ്ലോയ്മെന്റ് കൺവെൻഷൻ 1949 നിലവിൽ വന്നു. മൈഗ്രന്റ് വർക്കേഴ്സ് കൺവെൻഷൻ 1975 നിർബന്ധ തൊഴിൽ ഉടമ്പടി, നിർബന്ധ തൊഴിൽ നിർത്തലാക്കൽ ഉടമ്പടി, വിദ്യാഭ്യാസത്തിലെ വിവേചനത്തിനെതിരെയുള്ള ഉടമ്പടി, ഇങ്ങനെ പലതരത്തിലുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികളുണ്ട്. ഇപ്പോൾ കുടിയേറ്റക്കാരുടെ മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവ് വളർത്തുക എന്നതാണ് കൺവെൻഷന്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. കുടിയേറ്റക്കാര് തൊഴിലാളികൾ മാത്രമല്ല, മനുഷ്യരും കൂടിയാണ്. ഉടമ്പടി കുടിയേറ്റക്കാർക്ക് പുതിയ അവകാശങ്ങൾ സൃഷ്ടിക്കുന്നില്ല, എന്നാൽ കുടിയേറ്റക്കാർക്കും പൗരന്മാർക്കും ചികിത്സയുടെ തുല്യതയും താൽക്കാലിക ജോലി ഉൾപ്പെടെയുള്ള അതേ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഉടമ്പടി നവീകരിക്കുന്നത് കാരണം എല്ലാ കുടിയേറ്റക്കാർക്കും അടിസ്ഥാന ധാരണ ഇത് ഊന്നി പറയുന്നുണ്ട്. എന്നാൽ ക്രമരഹിത കുടിയേറ്റക്കാര് എല്ലാ മനുഷ്യരെയും പോലെ തങ്ങളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ മാനിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിനിടയിൽ രഹസ്യ നീക്കങ്ങൾ ഇല്ലാതാക്കാൻ നടപടി കൈക്കൊള്ളണമെന്ന് ഉടമ്പടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആളുകളെ ക്രമരഹിതമായി കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്കെതിരായ പോരാട്ടത്തിലൂടെയും അനധികൃത കുടിയേറ്റക്കാരുടെ കടത്തുകാർക്കും തൊഴിലുടമകളും എതിരായിട്ടുള്ള ഉപരോധങ്ങൾ വേണം. അതായത് ഉടമ്പടികളില്ലാതെ ക്രമരഹിതമായി കുടിയേറ്റപ്പെടുമ്പോൾ രാജ്യത്തിന് അപകടമാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കൺവെൻഷന്റെ ആർട്ടിക്കിൾ 7 കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ലിംഗം, വംശം, നിറം, ഭാഷ, മതം അല്ലെങ്കിൽ അവരുടെ ബോധ്യം, രാഷ്ട്രീയമോ മറ്റുമായുള്ള അഭിപ്രായം, ദേശീയ, വംശീയ അല്ലെങ്കിൽ സാമൂഹിക ഉത്ഭവം, ദേശീയത, പ്രായം, സാമ്പത്തിക നില, സ്വത്ത്, വൈവാഹിക നില, ജനനം അല്ലെങ്കിൽ മറ്റു പദവികൾ എന്നിവ പരിഗണിക്കാതെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 29 കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടിയുടെ പേര്, ജെൻഡർ രജിസ്ട്രേഷൻ, അവരുടെ ദേശീയത എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. 2021 ഓഗസ്റ്റ് വരെ ഈ കൺവെൻഷൻ അംഗീകരിച്ച രാജ്യങ്ങളിൽ പ്രധാനമായും കുടിയേറ്റക്കാരുടെ ഉത്ഭവ രാജ്യങ്ങളാണ്. അതായത് മെക്സിക്കോ, മൊറോക്കോ, ഫിലിപ്പീൻസ് ഒക്കെ. അപ്പോൾ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് താമസിക്കുന്ന അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന മാധ്യമമാണ് ഈ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ. ഫിലിപ്പിനോ തൊഴിലാളികളോട് വിദേശത്ത് മോശമായി പെരുമാറുന്ന നിരവധി കേസുകളുടെ സവിശേഷമായ ഒരു സന്ദർഭത്തിലാണ് ഈ കൺവെൻഷന്റെ അംഗീകാരം നടന്നത്. അത്തരം കേസുകൾ ഫിലിപ്പിനോ ജനസംഖ്യയെ വേദനിപ്പിക്കുകയും കൺവെൻഷൻ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം കേസുകൾ ഫിലിപ്പിനോ ജനതയെ വേദനിപ്പിച്ചു. അവർ ഈ കൺവെൻഷൻ അംഗീകരിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ രാജ്യങ്ങൾ ട്രാൻസിറ്റ് ഡെസ്റ്റിനേഷൻ രാജ്യങ്ങൾ കൂടിയാണ്. അവരുടെ പ്രദേശത്തെ കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ഉത്തരവാദിത്തം കൺവെൻഷൻ വ്യക്തമാക്കുന്നുണ്ട്. പടിഞ്ഞാറൻ യൂറോപ്പിലോ വടക്കേ അമേരിക്കയിലോ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന ഉടമ്പടി അംഗീകരിച്ചിട്ടില്ല. ഓസ്ട്രേലിയ, പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നിവ പോലുള്ള മറ്റ് പ്രധാന രാജ്യങ്ങളും ഈ ഉടമ്പടി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു
മൈഗ്രൻ്റ് വർക്കേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഡീപ്പായിട്ടാണ് പറഞ്ഞത്, കാരണം നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, കുറച്ച് ഡീപ്പ് കാര്യങ്ങൾ അറിയണം. നമ്മൾ മുമ്പുള്ള ഭാഗങ്ങളൊക്കെ തന്നെ സമയപരിമിതി മൂലം ജസ്റ്റ് അത് വായിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ട് നമുക്കതിനെ വിശാലമായ അർത്ഥത്തിൽ തന്നെ ക്ലാസ് എടുത്തിട്ട് പോവാം. മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ ഓരോ അർജൻറ്റ് കേസിൻ്റെ ഇടയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സുകളായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ആ ക്ലാസ്സിനൊക്കെ തന്നെ നമുക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്ത് എടുത്ത് പോകേണ്ടതുണ്ട്. ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ എടുത്തു പോയതിൽ. പക്ഷേ അന്നത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഹോസ്പിറ്റൽ കേസിൻ്റെ നടുവിൽ ഞാൻ ജസ്റ്റ് ആ മലയാളം വെറുതെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് ജസ്റ്റ് കേട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് വായിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മക്കളെ കമൻറ്റ് കണ്ടു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വിശദമായുള്ള ക്ലാസ്സുകൾ എടുക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്നതിനെ കുറിച്ച്. ഡിസ്ക്രിമിനേഷൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? വിവേചനം, പക്ഷപാതിത്വം, അതായത് ഒന്ന് വേർതിരിച്ച് കാണുക എന്നൊക്കെ സൂചിപ്പിക്കുന്ന പദമാണ് അല്ലേ. അപ്പോൾ ഒരു വ്യക്തിയെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ അവരുടെ ലൈംഗികത, വംശം, നിറം, ഭാഷ, മതം, അതുപോലെ രോഗം, രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങൾ, ദേശീയമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായ ഉത്ഭവം, ന്യൂനപക്ഷവുമായിട്ടുള്ള അവരുടെ ബന്ധം, സ്വത്ത്, ജനനം, ഇങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ വ്യത്യസ്തരായിട്ട് പരിഗണിക്കുക. അതാണ് വിവേചനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയേക്കാൾ മോശമായ രീതിയിൽ അവരോട് പെരുമാറുക, ഇതാണ് വിവേചനം എന്ന് പറഞ്ഞാൽ. അപ്പം വിവേചനം ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പിലെ അംഗങ്ങളോടുണ്ടാവുന്ന പ്രത്യേക ഒരു നിലപാടാണ് വിവേചനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിവേചനപരമായുള്ള പാരമ്പര്യങ്ങളും നയങ്ങളും ആശയങ്ങളും സമ്പ്രദായങ്ങളും നിയമങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലവിലുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് സാമൂഹികമായ വിവേചനമാവാം, ചില സ്ഥലങ്ങളിൽ മതപരമായ വിവേചനമാവാം, ചില സ്ഥലങ്ങളിൽ വ്യക്തികൾക്കിടയിലുള്ള വിവേചനമാവാം. എന്തായാലും വിവേചനം എന്നുള്ള ആ ഒരു പദം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിലുള്ളതാണ്. അപ്പോൾ സമത്വവാദത്തിന്റെ തത്വം ഉൾക്കൊള്ളുന്ന വിവേചനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം അന്താരാഷ്ട്ര തലത്തിൽ ഒരു മനുഷ്യാവകാശമായിട്ട് അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വിവേചനങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള അവകാശം സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അംഗീകരിക്കപ്പെടുന്നു. സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയിലും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിലും ഇതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ജാതി, മതം, ലിംഗം, വംശം, ജനനസ്ഥലം എന്നിവ കണക്കിലെടുത്ത് ഏതെങ്കിലും പൗരനെതിരായി നടത്തുന്ന വിവേചനമാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്നിങ്ങനെ നിരവധി അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്നുണ്ട്. ഈ എല്ലാ അവകാശങ്ങളുടെയും ആസ്വാദനവുമായി ബന്ധപ്പെട്ട് വിവേചനം നിരോധിച്ചിട്ടുണ്ട്. വിവേചനം തടയാനുള്ള ഉടമ്പടികൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചതാണ്, ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ്. അപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ജോലി എന്നിവ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത്, അവരോട് ബഹുമാനം കാണിക്കാത്തത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ചൂഷണം ചെയ്യുന്നത്? എന്തിൻ്റെ പേരിലാണ് നമുക്കതിനുള്ള അവകാശം എന്താണ്? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ അനാവശ്യമായി ചൂഷണം ചെയ്യാനോ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ ഹനിക്കാനോ അവകാശമില്ല. എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അടിച്ചമർത്തി നിൽക്കുകയാണ് ചെയ്യുക. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി അതിനെ ചെറുത്ത് നിൽക്കാൻ പ്രാപ്തമാകുന്നതുവരെ അവരെ മാക്സിമം അടിച്ചമർത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പം ഈ രീതികളെല്ലാം തന്നെ, ഈ രീതിയിലുള്ള വിവേചനപരമായ നിലപാടുകളെല്ലാം തന്നെ ശക്തമായിട്ട് ഐക്യരാഷ്ട്രസഭ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ജാതി, മതം, വംശം, ലിംഗഭേദം, പ്രായം അല്ലെങ്കിൽ ലൈംഗിക ആഭിമുഖ്യം തുടങ്ങി സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി
ആളുകളോടും ഗ്രൂപ്പുകളോടും അന്യായമോ മുൻവിധിയോടെയോ പെരുമാറുന്നതിനെയാണ് എന്ത് പറയാ, വിവേചനം എന്ന് പറയാ. അപ്പൊ ധാർമ്മിക തത്വചിന്തകര് ധാർമ്മികമായ ഒരു നിർവചനം ഉപയോഗിച്ച് വിവേചനത്തെ പറയുന്നുണ്ട്. ഈ സമീപനത്തിന് കീഴിൽ വിവേചനം എന്നത് ഒരു സാമൂഹിക ഗ്രൂപ്പിലെ അംഗത്വത്തെ അടിസ്ഥാനമാക്കി വ്യക്തികൾ അടിച്ചേൽപ്പിക്കുന്ന പ്രവൃത്തികൾ, സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ എന്നിവ നൽകുന്നതാണ്. ഇതൊരു താരതമ്യ നിർവചനമാണ്. വിവേചനം കാണിക്കുന്നതിന് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കേണ്ടതില്ല. ചില ഏകപക്ഷീയമായ കാരണങ്ങളാൽ ഒരു വ്യക്തിയോട് മറ്റുള്ളവരെക്കാൾ മോശമായി പെരുമാറിയാൽ മതി. ഉദാഹരണത്തിന്, ഒരാൾ അനാഥയായ കുട്ടിയെ സഹായിക്കാൻ സംഭാവന നൽകാൻ തീരുമാനിക്കുകയും വംശീയ മനോഭാവം കാരണം കറുത്ത കുട്ടികൾക്ക് സംഭാവന നൽകാതിരിക്കുകയും വെളുത്ത കുട്ടിക്ക് സംഭാവന നൽകുകയും ചെയ്യുമ്പോൾ അത് വിവേചനം തന്നെയാണ്. അപ്പോൾ വിവേചനം കാണിക്കുക എന്നാൽ ഒരാളെ ഉപദ്രവിക്കുക എന്നല്ല അർത്ഥം. അവരുടെ നിലപാടുകളിൽ ഒരു കൂട്ടർക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഒരു കൂട്ടരെ അവഗണിക്കുക. അത് തന്നെയാണ് വിവേചനം എന്ന് പറഞ്ഞാൽ. അപ്പം വിവേചനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിൽ അവർ വിവേചനപരമായ പെരുമാറ്റങ്ങൾ പല രൂപത്തിലുണ്ട്. ഇപ്പം വിവേചനം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ പല രൂപത്തിൽ വിവേചനപരമായ നിലപാടുകളുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഇല്ലാതെയാക്കൽ ആവശ്യമാണ്. ഇത്തരം വിവേചനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന കാര്യമാണ്. ഇപ്പം യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലും മറ്റ് അന്താരാഷ്ട്ര ബോഡികളും ലോകമെമ്പാടുമുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വിവേചനം എന്ന ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ജാതിയുടെയോ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജാതി, മതം, വംശം, ലിംഗഭേദം, പ്രായം അല്ലെങ്കിൽ ലൈംഗിക ആഭിമുഖ്യം, ഇങ്ങനെ വിവിധ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ആളുകളെയും ഗ്രൂപ്പുകളെയും തരംതിരിക്കുന്നതിനെയാണ് എന്ത് പറയുക, വിവേചനം എന്ന് പറയുക. അത് വ്യക്തികൾക്കിടയിലാവാം, കുടുംബങ്ങളിൽ മക്കൾക്കിടയിലാവാം, സമൂഹങ്ങളിൽ വ്യക്തികൾക്കിടയിലാവാം, അതുപോലെ മതങ്ങൾക്കിടയിലാവാം, വംശങ്ങൾക്കിടയിലാവാം, നിറവ്യത്യാസങ്ങൾക്കിടയിൽ ആവാം. ഇതെല്ലാം തന്നെ വിവേചനം തന്നെയാണ്. ഈ വിവേചനം ഐക്യരാഷ്ട്രസഭ ശക്തമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. വിവേചനം അത് ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങളിലും വ്യക്തിത്വ രൂപീകരണത്തിലും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ. വധശിക്ഷ. വളരെ കഠിനമായുള്ള കുറ്റം ചെയ്യുന്നവർക്ക് മരണം തന്നെ ശിക്ഷയായി നൽകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, വധശിക്ഷ എന്ന് പറയാം. ഇറാൻ, ചൈന, സൗദി അറേബ്യ, ഇറാഖ്, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ വധശിക്ഷ നൽകുന്നതിന് മുമ്പിലാണ്. ഇപ്പോഴും ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഈ ശിക്ഷാരീതി നിലവിലുണ്ടെങ്കിലും ക്രൂരമായ കൊലപാതകം തുടങ്ങിയ കഠിനമായ കുറ്റങ്ങൾക്കും മാത്രമേ ഇന്ന് ഈ ഒരു ശിക്ഷാവിധി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ളൂ. ബ്രസീൽ തുടങ്ങിയ ചില രാജ്യങ്ങളിലാവട്ടെ യുദ്ധസമയത്ത് രാജ്യത്തെ വഞ്ചിക്കുക തുടങ്ങിയ അങ്ങേയറ്റം പ്രാധാന്യമുള്ള കുറ്റങ്ങൾക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാറുള്ളൂ. UK, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ 102 രാജ്യങ്ങളിൽ വധശിക്ഷ പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പം വധശിക്ഷ പണ്ട് കാലം മുതലേ മിക്ക സമൂഹങ്ങളിലും നിലവിലുണ്ടായിരുന്നു. നിലവിൽ 58 രാജ്യങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. 97 രാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തലാക്കിയിട്ടുമുണ്ട്. അപ്പം മറ്റ് രാജ്യങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായി വധശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടില്ല. പല രാജ്യങ്ങളിലും ഇത് വിവാദമാകുന്ന ഒരു വിഷയമാണ്.
യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ മനുഷ്യാവകാശങ്ങളുടെ ചാർട്ടറിൻ്റെ 2ാം ആർട്ടിക്കിള് വധശിക്ഷയെ നിരോധിക്കുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് അമേരിക്കൻ പ്രഖ്യാപനങ്ങളുടെ ഡ്രാഫ്റ്റ്മാർക്ക് വധശിക്ഷ നിർത്തലാക്കുന്ന അവരുടെ അവകാശ പ്രഖ്യാപനങ്ങളുടെ ഭാഗമാകുമെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1945 പോലും രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടി പോരാടിയ ഐക്യരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു കരാറും ഉണ്ടായിരുന്നില്ല. 1942 സാർവത്രിക പ്രഖ്യാപനം ഈ വിഷയത്തിൽ നിശബ്ദമായിട്ട് നിന്നുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് ലോകത്തിൻ്റെ പകുതിയോളം രാഷ്ട്രങ്ങളും വധശിക്ഷ ഔപചാരികമായി നിർത്തലാക്കി. ബാക്കിയുള്ളവർ വധശിക്ഷയുടെ യഥാർത്ഥ ഉപയോഗം വളരെ കുറച്ച് രാഷ്ട്രങ്ങളിൽ കേന്ദ്രീകരിച്ചു. വധശിക്ഷ ശരിക്കും മനുഷ്യാവകാശ പ്രശ്നമായിട്ട് കാണണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. വധശിക്ഷ നിരോധിക്കുന്ന ഉടമ്പടികൾ ഒപ്പിടാതെ തുടരുകയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ ഈ ശിക്ഷാരീതി നിർത്തലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സാർവത്രികമായി നിരോധിക്കപ്പെട്ടതാണെന്ന് പറയുന്നതിനുള്ള അപ്പം വധശിക്ഷ ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിക്കുന്നതാണ് എന്നാണ് വധശിക്ഷ നിരോധിച്ച രാജ്യങ്ങളുടെ നിലപാട്. എന്നാൽ വധശിക്ഷ നിരോധിക്കപ്പെടാത്ത രാജ്യങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തി ശിക്ഷ അർഹിക്കപ്പെടുന്നുവെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഏകപക്ഷീയമായ ജീവപര്യന്ത നിരോധനം എന്ന ആശയം അർത്ഥമാക്കുന്നത് ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ട്രൈബ്യൂണലിൻ്റെ ന്യായമായിട്ടുള്ള വാദം, നിരുപരാധിത്വത്തിൻ്റെ അനുമാനം, പ്രതിരോധത്തിനുള്ള മിനിമം ഗ്യാരണ്ടി ഇവയൊക്കെ ഉൾപ്പെടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടത് മനഃപൂർവ്വമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് നേരെയാണ്. ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ഭൂരിപക്ഷം രാജ്യങ്ങളും വധശിക്ഷ നിരോധിച്ചവയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2007, 2008, 2010 എന്നീ വർഷങ്ങളിൽ വധശിക്ഷയ്ക്കെതിരെ പൂർണ്ണമായിട്ട് നിർത്തലാക്കൽ നടത്തിയിട്ടുണ്ട്. നിർത്തലാക്കൽ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം രാജ്യങ്ങളും വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും വധശിക്ഷ നടക്കുന്ന രാജ്യങ്ങളിലാണ് ജനസംഖ്യയുടെ 60% താമസിക്കുന്നത്. ചൈന, ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്തോനേഷ്യ എന്നീ വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളവയാണ്. ഈ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വധശിക്ഷയുടെ ചരിത്രം നോക്കുമ്പോൾ കുറ്റവാളികളെയും രാഷ്ട്രീയ എതിരാളികളെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നത് ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും കൊലപാതകം, ചാരപ്രവൃത്തി, രാജ്യദ്രോഹം എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾക്കോ സൈനിക നിയമപ്രകാരമോ ആണ് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. ചില രാജ്യങ്ങളിൽ ബലാത്സംഗം, വിവാഹേതര ലൈംഗിക ബന്ധം, രക്തബന്ധമുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം ഇവയ്ക്കെല്ലാം തന്നെ വധശിക്ഷ നൽകിയിട്ടുണ്ട്. മതത്തെ തള്ളിപ്പറയുക എന്ന കുറ്റത്തിന് ചില മതരാജ്യങ്ങളിൽ വധശിക്ഷ നൽകാറുണ്ട്. പല രാജ്യങ്ങളിലും മയക്കുമരുന്ന് കടത്തം വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ചൈനയിലെ മനുഷ്യക്കടത്തിനും ഗുരുതരമായ അഴിമതിക്കും ശിക്ഷ മരണം തന്നെയാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലെയും സൈന്യങ്ങളിൽ ഭീരുത്വവും ഒളിച്ചോട്ടവും മേലുദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുന്നതും കലാപവും വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. മനുഷ്യചരിത്രത്തിലെ വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളിൽ ബ്രേക്കിംഗ് വീല്, തിളപ്പിച്ചുള്ള വധശിക്ഷ, തൊലി ഉരിക്കൽ, സാവധാനം കീറിമുറിക്കൽ, വയറ് കീറൽ, കുരിശിൽ തറയ്ക്കൽ, ശൂലത്തിൽ തറയ്ക്കൽ, ചതച്ചു കൊല്ലൽ, കല്ലെറിഞ്ഞുള്ള വധശിക്ഷ, തീ കത്തിക്കുന്ന വധശിക്ഷ, അംഗച്ഛേദം, അറുത്തു കൊല്ലുക, ശിരച്ഛേദം, പീരങ്കിയിൽ നിന്ന് വെടിവെക്കുക, ഇങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പോൾ ഗോത്രവർഗങ്ങളുടെ പകയ്ക്കുള്ള കാരണമായുള്ള പ്രശ്നങ്ങൾ കന്നുകാലികളെയും മറ്റും ചോരപ്പണമായി നൽകിയതും നഷ്ടപരിഹാരം നൽകിയും അപ്പോൾ മൃഗങ്ങളുടെയോ മനുഷ്യൻ്റെയോ ചോര ചിന്തിയാലേ പകയ്ക്ക് അവസാനമാകൂ എന്നുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം അവസരങ്ങളിൽ കുറ്റവാളിയെയോ മറ്റൊരാളെയോ വധിക്കാനായി എതിർ ഗോത്രത്തിന്
പക അവസാനിപ്പിക്കാറുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആധുനിക നിയമ സംവിധാനങ്ങൾക്കൊപ്പം ഇത്തരം സംവിധാനങ്ങളും ചിലയിടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ തമ്മിൽ പോരാടി പക തീർക്കാനും അടുത്ത കാലം വരെ നിയമ സംവിധാനങ്ങൾ അനുവാദം നൽകിയിട്ടുണ്ട്. ഗോത്ര നിയമങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിയമവ്യവസ്ഥകളിൽ ആദ്യത്തേത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. തോറ നിയമത്തിൽ, അതായത് ജൂത നിയമത്തിൽ കൊലപാതകത്തിനും തട്ടിക്കൊണ്ടുപോകലിനും മന്ത്രവാദത്തിനും സാപത്ത് നിയമലംഘനത്തിനും ദൈവനിന്ദയ്ക്കും പലതരം ലൈംഗിക കുറ്റങ്ങൾക്കും മരണശിക്ഷ വിധിക്കുന്നുണ്ട്. പുരാതന ഗ്രീസിലെ ഏതൻസിൽ ഡ്രാക്കോയുടെ നിയമങ്ങളിൽ മരണശിക്ഷ നിലവിലുണ്ടായിരുന്നു. ധാരാളം കുറ്റങ്ങളുടെ ശിക്ഷ മരണം തന്നെയായിരുന്നു. പുരാതന റോമക്കാരും പല കുറ്റങ്ങൾക്കും മരണശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഇസ്ലാം മതം വധശിക്ഷയെ പൊതുവിൽ അംഗീകരിക്കുന്നുണ്ട്. ബാഗ്ദാദിലെ അബ്ബാസിദ് ഖലീഫമാർ വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ദയയാണ് ശിക്ഷയേക്കാൾ നല്ലതായിട്ട് ഇസ്ലാം മതത്തിൽ പറയുന്നത്. ശരിയ നിയമപ്രകാരം കൊലപാതക കേസുകളിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൊലപാതകിയോട് ക്ഷമിക്കാൻ അവകാശമുണ്ട്. അല്ലാത്ത പക്ഷം വധശിക്ഷ നടപ്പിലാക്കുന്നതാണ്. ജയിൽ സംവിധാനം തുടങ്ങുന്നതിന് മുമ്പുള്ള യൂറോപ്പിലെ മരണശിക്ഷ മിക്ക കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ഹെൻറി എട്ടാമൻ്റെ ഭരണകാലത്ത് 72,000 ആൾക്കാർക്ക് വധശിക്ഷ ലഭിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട്. 1820 ആയപ്പോഴേക്കും ബ്രിട്ടനിൽ 160 കുറ്റങ്ങളുടെ ശിക്ഷ മരണമായിരുന്നു. രക്തപങ്കിലമായ നിയമം എന്നായിരുന്നു ഈ നിയമം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചൈനയിൽ ധാരാളം വധശിക്ഷകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ടാങ് രാജവംശക്കാലത്ത് വധശിക്ഷ നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 747 കുവാങ് സോങ് ചക്രവർത്തിയാണ് വധശിക്ഷ നിരോധിച്ചത്. അപ്പോൾ വധശിക്ഷയ്ക്ക് പകരം പീഡനമോ നാടുകടത്തലോ പോലെ മറ്റ് ശിക്ഷകളാണ് നൽകിയിരുന്നത്. 12 വർഷങ്ങൾക്ക് ശേഷം ആൻ ലുഷാൻ കലാപത്തെ തുടർന്ന് വധശിക്ഷ പുനരാരംഭിച്ചു. കഴുത്ത് ഞെരിക്കലും ശിരച്ഛേദവുമായിരുന്നു ആ കാലത്തെ ശിക്ഷാരീതികൾ. ധാരാളം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ കോടിക്കണക്കിന് ആൾക്കാരെ രാജ്യങ്ങൾ രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങൾ മൂലം കൊന്നൊടുക്കുന്നുണ്ട്. ടർക്കി അർമീനിയക്കാർക്കെതിരെയും നാസി ജർമ്മനി ജൂതന്മാർക്കെതിരെയും ഖമർ റൂഷ് കംബോഡിയയിലെ ജനങ്ങൾക്കെതിരായിട്ടും റുവാണ്ടയിലെ ടൂസ്കികൾക്കെതിരായിട്ട് നടന്നതും ഇതൊക്കെ തന്നെ എന്താണ്? വംശീയ ഹത്യകളാണ്. സൈന്യങ്ങൾ അച്ചടക്കം നിലനിർത്താൻ വധശിക്ഷ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധ സമയത്ത് 1,58,000 സോവിയറ്റ് സൈനികർ സ്വന്തം സൈന്യത്താൽ വധശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. റോബർട്ട് കോൺക്വസ്റ്റ് എന്ന വിദഗ്ധന്റെ അഭിപ്രായത്തിൽ 10 ലക്ഷത്തിൽ കൂടുതൽ സോവിയറ്റ് പൗരന്മാരെ സ്റ്റാലിൻ്റെ ഉത്തരവ് പ്രകാരം 1937-38 കാലത്ത് വധിച്ചിട്ടുണ്ട്. മിക്കവരെയും തലയ്ക്കു പിന്നിൽ വെടിവെച്ചായിരുന്നു കൊന്നിരുന്നത്. 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ച ശേഷം 8 ലക്ഷം ആൾക്കാരെ വധിച്ചു എന്ന് മാവോ സേതുങ് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ വധശിക്ഷ എന്ന ആ ഒരു പ്രയോഗത്തിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മരണശിക്ഷ ഒഴിവാക്കുന്ന രീതിയിലേക്കാണ് പൊതുവിൽ കാര്യങ്ങൾ നീങ്ങിയത്. 1977 16 രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിരുന്നുവെങ്കിൽ 2012 97 രാജ്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. 8 രാജ്യങ്ങളിൽ ചില പ്രത്യേക അവസരങ്ങളിലല്ലാതെയുള്ള വധശിക്ഷകൾ നിർത്തലാക്കി. 36 രാജ്യങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായി വധശിക്ഷ നടന്നിട്ടേയില്ല. മറ്റ് 57 രാജ്യങ്ങളിൽ വധശിക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ കണക്കനുസരിച്ച് 21 രാജ്യങ്ങളിലെ 2011 വധശിക്ഷ 21 രാജ്യങ്ങളിലെ 2011 വധശിക്ഷ നടന്നിട്ടുള്ളൂ. അപ്പോൾ ചില രാജ്യങ്ങളിൽ വിവരങ്ങൾ പുറത്തുവിടാറില്ല. 2012 തുടക്കത്തിൽ ലോകത്തിൽ 18,750 ആൾക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തിരിക്കുന്നവരായിരുന്നു. ഇപ്പോഴും വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങളിൽ അത് വളരെ കുറവായിട്ടാണ് നടപ്പാക്കപ്പെടുന്നത്. തായ്വാന്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ ചെറിയ തോതിൽ മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ 2008 ശേഷം 2010 വരെ ഇന്തോനേഷ്യയിലെ വധശിക്ഷകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല.
സിംഗപ്പൂർ, ജപ്പാൻ, തായ്വാൻ, ദക്ഷിണ കൊറിയ എന്നിവയാണ് ഇപ്പോഴും വധശിക്ഷ നിലവിലുള്ള വികസിത രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ. ദരിദ്രവും അവികസിതവും ഏകാധിപത്യ ഭരണമുള്ള രാജ്യങ്ങളാണ് പൊതുവിൽ വധശിക്ഷ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 1980-കളിൽ ലാറ്റിൻ അമേരിക്കയിലെ ജനാധിപത്യം വളർന്നതോടൊപ്പം വധശിക്ഷയുടെ ഉപയോഗം കുറഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ അവലംബം യൂറോപ്യൻ രാജ്യങ്ങളിലും വധശിക്ഷ പൊതുവെ ഇല്ലാതായി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ കൗൺസിലും അംഗരാജ്യങ്ങൾ വധശിക്ഷ നടത്താൻ പാടില്ല എന്ന നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതേസമയം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് ജനസമ്മതി നൽകുന്നുണ്ട്. ചൈനയിലെ വധശിക്ഷയ്ക്കെതിരായ നീക്കം ചെറുതെങ്കിലും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അവിടങ്ങളിലും വധശിക്ഷയ്ക്കെതിരായ നീക്കം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ നാസികൾക്കും മനുഷ്യരാശിക്കെതിരായുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർക്കും മാത്രം വധശിക്ഷ നൽകാൻ പാടുള്ളൂ. ചില രാജ്യങ്ങളിൽ വധശിക്ഷ ഇല്ലാതിരുന്ന നീണ്ട ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിൽ 1972 മുതൽ 76 വരെയും 2007 സെപ്റ്റംബർ 25 മുതൽ 2008 ഏപ്രിൽ 16 വരെയും വധശിക്ഷകൾ നടന്നിട്ടില്ല. ഇന്ത്യയിൽ 1995 മുതൽ 2004 വരെ വധശിക്ഷകൾ നടന്നിട്ടില്ല. ശ്രീലങ്കയിൽ 2004 നവംബർ 20-ന് വധശിക്ഷകൾക്ക് താൽക്കാലികമായി ഉണ്ടായുള്ള നിരോധനങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ 1987 മരണശിക്ഷ നിർത്തലാക്കിയെങ്കിലും 1987 വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്. 2006 അത് വീണ്ടും നിർത്തലാക്കുകയും ചെയ്തു. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലുള്ള വധശിക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ ഇതിനെ ഒരു കുറ്റകൃത്യമായി കാണുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ കുറ്റം ചെയ്യുന്നവന് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായത്തിൽ അതിന് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.